ഇന്നത്തെ ഉച്ചയൂണിനുള്ള പരിപാടികളാണ്. അപ്പോൾ മൺകലത്തിലാണ് നമ്മൾ ചോറ് വയ്ക്കുന്നത്. അത് വിറകടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങ അറുക്കാൻ വേണ്ടി നോക്കുകയാണ്. പിന്നെ ഇനി ഉപ്പേരിക്ക് നമുക്കൊരു കടച്ചക്ക പൊട്ടിക്കാം. അപ്പോൾ കടപ്പിലാവിൻ്റെ മുകളിൽ പോയിട്ട് ഒരു കടച്ചക്കയും പൊട്ടിച്ചു. ഒരു ചക്ക കറി വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ചക്ക എടുത്തു. ചെറിയ ചക്ക ഞാൻ എടുത്തത്. അപ്പോൾ കടച്ചക്കയൊക്കെ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചു. ചക്കയും മുറിച്ചു. അതിൽ മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് വെച്ചു. ഈ കടച്ചക്ക ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും കടുക് ഇട്ടിട്ട് വെളുത്തുള്ളിയും പച്ചമുളക് അതിൽ പഴുത്ത മുളക് എടുത്തിട്ട് ഞാൻ ചതച്ചിട്ട് വേപ്പില ഇട്ടിട്ട് കഷ്ണങ്ങളൊക്കെ കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇങ്ങനെ കുക്കറിൽ ചക്ക വെച്ചു. ചക്ക നല്ല വെന്തുടഞ്ഞിട്ടുണ്ട്. അതിലേക്ക് അരപ്പ് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടിയിട്ട് അരച്ചു. അപ്പോൾ ഞാനതിൽ ഒഴിക്കാൻ നോക്കിയപ്പോൾ അതിൽ ചാറിൻ്റെ ഭയങ്കര കട്ടയിട്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു. നന്നായി തിളപ്പിച്ചിട്ട് വറുത്തിടുന്നില്ല, കുറച്ച് വേപ്പിലും കൂടി നമ്മൾ ഇട്ടിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമുക്ക് ഉച്ചയൂണിനുള്ള പരിപാടികൾ. ഇപ്പോൾ ചോറ് ഇതാ വിളമ്പി കുറച്ച് ചോറ് ഇട്ടു. ഇനി നമുക്ക് കറികളായിട്ടുള്ളത് കടച്ചക്ക ഉപ്പേരിയുണ്ട്. കടച്ചക്ക നല്ല മൂത്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് മൂപ്പ് കമ്മിയായിരുന്നു. പിന്നെ ചക്ക കറി വെച്ചു. നല്ല ചൂടുണ്ടല്ലോ. ഒഴിച്ചു കറിയായിട്ട് കുമ്പളങ്ങ ഉണ്ടാക്കി കുടംപുളി ഇട്ടിട്ടാണ് ഞാൻ വെച്ച്. ചെറിയ കഷ്ണം കുടംപുളി എടുത്തിടും. പരിപ്പും കുമ്പളും തക്കാളിയും കൂടെ. ഇന്നലെ വറുത്ത മീനുണ്ടായിരുന്നു, അതും കൂട്ടിയിട്ട് ഊണ് കഴിക്കട്ടെ.